എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ വണ്ടിക്കാരെന്നുള്ള യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ കുറേ കാലമായിട്ട് വീഡിയോസ് ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഓരോ സാധനങ്ങൾ കിട്ടാത്ത പ്രശ്നങ്ങളും പിന്നെ സാധനങ്ങളില്ലെങ്കിൽ നമ്മളെ വിളിച്ചിരുന്നു. അപ്പോൾ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ഇടുമ്പോഴേക്കും ഞങ്ങളുടെ സാധനം കഴിയും. ഇന്നത് കിട്ടാൻ ഒരുപാട് ടൈം വരികയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഏതായാലും മോൺട്രോൻ്റെ കുറേ കാലത്തിന് ശേഷം മോൺട്രോൻ്റെ സ്പ്രിങ് ഞങ്ങൾ അലക്ഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. സാമ്പിൾ പീസായിട്ട് നമ്മളിപ്പോൾ ഒരു പീസ് ഒരു വണ്ടിക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു. ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല വർക്കിംഗ് ആണ്. ഞാൻ അയാളോട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി പറഞ്ഞു. മൂപ്പര് സത്യസന്ധമായിട്ട് പറഞ്ഞു എന്നോട്. വളരെ നന്നായിട്ടുണ്ട്, നല്ല സുഖമുണ്ട്. അമ്പൊക്കെ ചാടിച്ച് നോക്കി ഞങ്ങൾ വലിയൊരു കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നത്. അതുപോലെ പിന്നെ ഈ CNG വണ്ടികൾ, ഇലക്ട്രിക് വണ്ടികൾ, മറ്റുള്ള ഇലക്ട്രിക് വണ്ടി, ബജാജിൻ്റെ ഇലക്ട്രിക് വണ്ടികളുണ്ട്, വീഗോ, ഗോഗോ, ഇതൊക്കെ സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ബാക്കി എല്ലാവിധ സാധനങ്ങളും ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ പഴയ കമ്പനിയിൽ നിന്ന് സാധനം കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ രണ്ട് പുതിയ കസ്റ്റമറെ കൂടെ പിടിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ ആളെ തേടി പോകുമ്പോൾ ഇത് എത്രത്തോളം ഗുണകരം ഉണ്ടാവുന്നില്ല നമുക്കറിയാത്തൊരു വിഷമം കാരണമാണ് ഞങ്ങളതിനെ ഉണ്ടാക്കാൻ മടിച്ചത്. കാരണം അവിടെ പഴയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്പിനെ കൊണ്ട് ഫിറ്റ് ചെയ്ത് ഒരു 10 വർഷം കൊണ്ടൊന്നും ഒരു പൊട്ടിയിട്ടൊരു കംപ്ലൈൻറ്റ് എനിക്ക് വന്നിട്ടില്ല. അതായത് ഒരു 99.9% കംപ്ലൈൻറ്റ് ചെയ്യാത്ത സാധനങ്ങളാണ്. നമ്മൾ കംപ്ലൈൻറ്റ് ഇല്ലയെന്ന് അങ്ങനെ തീർത്ത് പറയുമ്പോൾ ഒരു വിഷമല്ലേ, അതുകൊണ്ട് പറയുകയാണ്. ആരും പൊട്ടിയതായിട്ടൊന്നും നമ്മളിപ്പോൾ വന്നിട്ടില്ല വരെ. അതാണ് നമ്മുടെ സാധനത്തിൻ്റെ ഗ്യാരണ്ടി. പിന്നെ ഈ മെറ്റീരിയലിന് ഓരോരോ ക്വാളിറ്റി ഉണ്ട്. അതായത് ഇത് നമ്മളുടെ ഈ മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെറ്റീരിയലുകൾക്ക് ഒരുപാട് ക്വാളിറ്റികളുണ്ട്. ആ ക്വാളിറ്റി ഏറ്റവും നല്ല നമ്പർ 1 ക്വാളിറ്റി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഈ ചാർജിലുള്ള ഈ വേരിയേഷൻ വരുന്നത്. അതേപോലെ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ സ്പ്രിങ് എത്തിയിട്ട് വെച്ച് ഉണ്ടാക്കുമ്പോൾ പകുതിയിലേറെ പൈസ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ പകുതിയിലേറെ പൈസ പറയും. ഒരുപാട് കംപ്ലൈൻറ്റ് ഉണ്ട്, ക്വാളിറ്റിയിൽ നമ്പർ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ നിങ്ങളിപ്പോൾ ഒരു സ്വകാര്യമായിട്ട് വിളിച്ച് ചോദിക്കാൻ ഇതിന് ഒരുപാട് ടെസ്റ്റ് ഒരു മെറ്റീരിയൽ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഒരുപാട് സംഗതികൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കമ്പനി വരുന്ന ഓരോ സ്പ്രിങ്ങും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മളിത് പുതിയ സ്പ്രിങ്ങുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു കാലതാമസമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞങ്ങൾ ബാംഗ്ലൂർ പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് ഊബർ ഓടുന്ന വണ്ടികൾക്കാണ്. അവിടേക്കാണ് ഞങ്ങൾക്ക് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നത്. അതും ഞങ്ങളുടെ സാധനങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ ഏതായാലും ഞങ്ങൾ കർണാടകയിലുള്ള വീഡിയോസ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടുള്ള കുറേ ആളുകൾ ഊബറോടുന്ന ആൾക്കാരുണ്ട് ബാംഗ്ലൂർ. അവരൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാൾ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും പ്രശ്നങ്ങളുള്ളത്. പക്ഷേ കൂടുതൽ ആൾ യാത്ര ചെയ്യുന്നതിന് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ സംഗതികളോടും കൂടെ നിങ്ങൾ അടുത്ത ചാനലിൽ വരുന്നത്. ഇത് മോൺട്രോ വണ്ടിയുടെ ഫോക്കസാണ്. ഭയങ്കര ഹാർഡാണ്. ഫോക്കസ് കുറച്ച് ഹാർഡ് തന്നെയാണ്. ചില വണ്ടിക്കാർക്ക് ഫോക്കസ് ചെയ്തു. പക്ഷേ ഇത് പുറത്തൊന്നും പോയി ചെയ്യാൻ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ വേറെ ഫോക്കസ് പിന്നെ ഇത് അയച്ച് തൂക്കിനൊക്കെ കഷ്ടപ്പെട്ടാണ്. നമുക്കൊരു വണ്ടി ഫോക്കസ് അയച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ പരമാവധി നമുക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഫോക്കസ് മാത്രമാണ് ഇപ്പോൾ. പ്രോ വണ്ടിയുടെ അതേ സെയിം ഷോക്കാസ്റ്ററാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഷോക്കാസ്റ്ററും കൂടെ വാൾട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് സ്മൂത്തായിരിക്കും. വർക്കിംഗ് ഒക്കെ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. ഒന്നും കൂടെ സ്മൂത്തായിട്ട്. ചില ആൾക്കാർക്ക് ഒരു ഓവർ പൈസയിലൊക്കെ ചെയ്യേണ്ടെന്നുള്ളൊരു ഐഡിയ ഉള്ള ആൾക്കാർക്ക് നമ്മളിങ്ങനെ ചെയ്യും. പിന്നെ ഷോക്കാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾട്ടറേഷൻ ചെയ്ത ഷോക്കാസ്റ്റർ കിട്ടാൻ വളരെ പ്രയാസമാണ്. ഇത്രയും വില കൊടുത്തിട്ട് നമ്മൾ പഴയ സാധനം എടുക്കുന്നത്. പഴയ സാധനം എടുക്കുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വില എണ്ണമാനം കൂടുതലാകുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഷോക്കാസ്റ്ററൊക്കെ മാറ്റി ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള റേറ്റിങ്ങുകൾ 2000 രൂപയോളം കൂടുകയാണ്. വീണ്ടും വർദ്ധിക്കും. അപ്പോൾ നമ്മൾ കമ്പനി ഷോക്കാസ്റ്റർ തന്നെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം നിങ്ങൾക്ക് അതിലേക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതന്നെ ചെയ്യുന്നത്. നമുക്കത് ഇളകുമ്പോൾ തന്നെ അറിയേ. അതാണ് അതിൻ്റെ മാറ്റം.
നമ്മളൊരു കുറഞ്ഞ പൈസക്ക് ശരിയാക്കാന്നുള്ള പരിപാടിയിലാ ഇങ്ങനെ. ഇതിന് വലിയൊരു എമൗണ്ട് ഒന്നും ഓട്ടോക്കാരോട് സംബന്ധിച്ച് പറയാൻ പറ്റില്ല നമുക്ക്. അല്ലേ, മാറ്റം വന്നില്ലേ? മറ്റത് ഇങ്ങനെ ഒരു കുതിരയുമ്പോ പുറത്ത് പോകും പോലെയാണ്. മെയിൻ റോഡിൽ കൂടി നോക്കിച്ചോളൂ, മെയിൻ റോഡിൽ കൂടി അതിന്റെ മാറ്റം കിട്ടുന്നു. എൻ്റെ പേര് അബ്ദുൽ മജീദ്. ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത്. പട്ടാമ്പി കൽപ്പക സ്റ്റാൻഡിലാണ് ഓടുന്നത് മോണ്ട്ര ഇലക്ട്രിക് വണ്ടി. ഞാനിപ്പോൾ രാമകൃഷ്ണൻ്റെ അവിടെ സൂപ്പർ സ്പ്രിങ് ലീഫ് എൻ്റർപ്രൈസസ്, അപ്പോൾ അതിൽ വന്ന് ഞാനിപ്പോൾ എൻ്റെ സ്പ്രിങ് മാറി വളരെ ഉഷാറാണ്. ആദ്യത്തെ മാതിരില്ല, ആദ്യം ഭയങ്കര ഹാർഡായിരുന്നു, പക്ഷേ ഇപ്പോൾ വളരെ സ്മൂത്തായി, നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല അഭിപ്രായമാണ്.